ഹായ് സ്റ്റുഡൻസ്, സിഎ ഫൗണ്ടേഷൻ ജാനുവരി 2025 റിസൾട്ട് ഒക്കെ വന്നു. ഒരുപാട് ആൾക്കാർ പാസ്സായി, എന്നാലും കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. സോ നമ്മൾ ഫെയിൽ ആയെന്നുണ്ടെങ്കിലും നമ്മൾ സി എന്ന് പറയുന്ന ജേണി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് എല്ലാവരും എപ്പോഴും പാസ്സാവണമെന്നൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ റിസൾട്ടിലോട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കടാ, ഏകദേശം എത്ര മെയിൽസ് ടോട്ടൽ എത്ര? 1,10,887 ആൾക്കാർ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു. അതിൽ പാസ്സായത് 23,861 ആൾക്കാരെ പാസ്സായി. ബാക്കി വരുന്ന ഒരു 80% സ്റ്റുഡൻസും പാസ്സായിട്ടില്ല. പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 21.52%. അതായത് 100 ആളുള്ളത് 80 ആളുകൾ തോൽക്കുകയും 20 ആളുകൾ മാത്രം പാസ്സാവും ചെയ്യുന്ന ഒരു എക്സാമാണ് സി എ എന്ന് പറയുന്നത്. സി എക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി റിസ്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റിവാർഡ് കൂടുമ്പോൾ റിസ്ക് കൂടും. സോ നിങ്ങൾ അതിന് അങ്ങനെ എടുത്താൽ മതി. സോ നിങ്ങൾക്ക് കൂടുതൽ സമയമൊന്നുമില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ അറ്റംപ്റ്റിലോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയ് ആണ്. ഓൺലി 2 months ഉള്ളൂ. കൃത്യമായിട്ട് പറയാച്ച 2 മാസം നമ്മൾ എടുത്തുള്ളൂ. ആ 2 മാസത്തിൽ കൃത്യമായ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഇനഫ് ടൈമാണ്. ഒരുപാട് സമയം ഉണ്ടെങ്കിലും പലപ്പോഴും സ്റ്റുഡൻസ് ഫെയിൽ ആവാറുണ്ട്. ഇനി വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ കൃത്യമായ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 മാസം കൊണ്ട് നമുക്കത് നമുക്കൊരു നഷ്ടമല്ല. നമുക്കിതൊരു എന്താ പറയുക, ഒരു വാർണിംഗ് ആയിട്ട് എടുത്തിട്ട് അടുത്തൊരു എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ റിസൾട്ടും ഇങ്ങനെയൊക്കെ ആയിരുന്ന അവസ്ഥ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്കറിയാം, ആൾറെഡി നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ഇത് ഓപ്പൺ ആണ്. നിങ്ങളപ്പോൾ എത്രയും പെട്ടെന്ന് ലാസ്റ്റ് ആയിട്ട് 14th March ആണ് ലാസ്റ്റ്. പിന്നെ വിത്ത് ഫൈന് 17th March ആയിട്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മളെ പറ്റി ഒന്ന് സ്വന്തം വിലയിരുത്തൽ അത്യാവശ്യമാണ് അടുത്തൊരു എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് കൂടെ പറഞ്ഞൂടെ, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് ഏതാണെന്നുണ്ടെങ്കിലും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം ക്ലാസ്സസ് അവൈലബിൾ ആണ്. മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഫോർ എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു സി എ ഫൗണ്ടേഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്കറിയാം, സി എ ഫൗണ്ടേഷന്റെ സാധാരണ പെർസെൻറ്റേജ് 20-30% ഉണ്ടാവാറ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് നമ്മൾ ഫെയിൽ ആവണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റഡി ആൻഡ് പ്ലാനിങ് സ്ട്രാറ്റജി. അവിടെ ഒരു വ്യക്തമായിട്ടുള്ള, ഞാൻ മിക്ക സ്റ്റുഡൻസും കണ്ടിട്ടുള്ളത് ലാക്ക് ഓഫ് സ്റ്റഡി. അതായത് ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ടൈം ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ അവിടെ പഠിക്കുന്നു, കുറെ ഇവിടെ പഠിക്കുന്നു. അതൊക്കെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കണം, വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കൺസെപ്റ്റൽ ക്ലാരിറ്റി പല സ്റ്റുഡൻസിനും ഇല്ല. ഇവിടെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരെങ്ങനെ അക്കൗണ്ട്സ് പഠിക്കുന്നതെന്ന് അറിയടാ, ബൈഹേർട്ട് ചെയ്യുക. എൻട്രീസ് ഒക്കെ ബൈഹേർട്ട് ചെയ്തിട്ട് എങ്ങനെയാടാ അക്കൗണ്ട്സ് പാസ്സാവുക? എനിക്കറിയില്ലത്. ഓക്കെ, സോ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അത് ലീവ് ഇട്ട് നിങ്ങൾ വേറൊരു ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അറ്റംപ്റ്റ് ഫെയിൽ ആവും. എന്താണോ നമ്മുടെ മിസ്റ്റേക്ക് അത് ഫൈൻഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാത്തോളം കാലം നമ്മൾ പാസ്സാവാനുള്ള ചാൻസസ് കുറവാണ്. ഇതിൽ തന്നെ പാസ്സായിട്ടുള്ളത് പല പല കാറ്റഗറീസിലായിരിക്കും. ചില ആൾക്കാർ 189-ലും 190-ലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയവരുണ്ട്. അവരെന്തായാലും മിക്കവാറും അടുത്തതിൽ പാസ്സാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് എഫേർട്ട് ഇട്ടാൽ തന്നെ എന്തായാലും ഉറപ്പായിട്ടും പാസ്സാവും. പിന്നെ ഒരുപാട് താഴെ മാർക്കുള്ളവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളത് ഈസി ആയിട്ട് എടുക്കരുത്. എന്ത് ചെയ്യാം, നന്നായിട്ട് എഫേർട്ട് ഇടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. സോ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിന് ആവശ്യമാണ് നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിച്ച് തീർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനൽ ത്രൂ എന്ത് ചെയ്യും, ഓരോ ദിവസം നമ്മൾ പറയും. നിങ്ങൾ അത് അനുസരിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 2 months കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. പിന്നെ അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, അതുപോലത്തെ അതാണ് ഫസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറഞ്ഞ ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റഡി പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി. ഓക്കെ, അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടാമത് ഓവർ കോൺഫിഡൻസ് ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ എക്സാം ആണ്. ചില ആളുകളടാ എന്താ പറയാ, സപ്പോസ് നമ്മുടെ ഇവിടെ ഉണ്ടോ പ്രൊഫഷണൽ എക്സാംസ് നോട്ട് ആറ്റ് സ്കൂൾ ടെസ്റ്റ്. സ്കൂളിൽ ഉണ്ടാകുന്ന ടെസ്റ്റ് അത്രയും ഒരു ലാഘവത്തോടെ നിങ്ങൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ എക്സാമിനെ കാണരുത്. അത്രയും സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതോടെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എത്ര മാക്സിമം പഠിക്കുന്നു
അത്രയും ബെറ്റർ ആണ്, അത്രയും സേഫ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത് പിന്നീട്. അതുപോലെ തന്നെ RTPസും MTP ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഇവിടെ പല ആൾക്കാരും ഇതൊക്കെ ചെയ്യാതെയാണ് നേരെ എക്സാം ഹാളിൽ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ RTP MTP ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതൊരു പേപ്പർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് ഒരു എക്സാം എഴുതുന്ന അതേ ഫീൽ ചെയ്തിട്ട് ശരിക്കും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് എക്സാം ഫെയിൽ ആവും, പാസ്സാവോ ഫെയിൽ ആവുന്നത് അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും. നിങ്ങൾ അത് എഴുതിയതിനു ശേഷം നിങ്ങൾ തന്നെ അതൊന്ന് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വരുന്നത്, എവിടെയാണ് ഞാൻ കൂടുതൽ കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ ആൻഡ് മേക്കിംഗ് സ്കീം, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോക്കണം, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് മാർക്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 90% കറക്റ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. പിന്നെ എന്ന് പറയുന്നത് വീക്ക് പ്രസന്റേഷൻ സ്കിൽ ഇൻ തിയറി പേപ്പേഴ്സ്. നമുക്കറിയാം തിയറി പേപ്പേഴ്സിലുള്ള എന്ത് വീക്ക് പ്രസന്റേഷൻസ് എന്ന് പറയുന്നത്, അതായത് ലോ എന്ന് പറയുന്നത്, ലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ലോ എന്ന് പറയുന്നത്. ഞാൻ വായിച്ച് പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് അതിൻ്റെ ആ ലാംഗ്വേജ് ഇതൊക്കെ നമ്മളിലോട്ട് എത്തുന്നത്. സോ പല ആൾക്കാരും അങ്ങനെ പഠിക്കാറില്ല. ഡെഫിനിഷൻസ് ഒക്കെ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും സ്കോർ ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും പറയാനുള്ളത്. പിന്നെടാ നിങ്ങൾ മെയിൻ ആയിട്ടും നമ്മുടെ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, ഇവിടെ എത്ര ആൾക്കാർ എനിക്കറിയാം ഈ പാസ്സായ ആളുകളൊക്കെ ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ ഓരോ ഇല്ലുസ്ട്രേഷൻസും ഓരോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളുകളായിരിക്കും. അങ്ങനെടാ എൻ്റെ അഭിപ്രായം, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഉത്തരവായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഫെയിൽ ആവില്ല. മനസ്സിലായി, നമ്മൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് പഠിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പഠിക്കാത്ത ആള് ജസ്റ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ്, എക്സാം കൂടി ഉണ്ടാവും. പക്ഷെ തറവായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ നോക്കാം. ഇവിടെ ചില ആൾക്കാർക്ക് അക്കൗണ്ട്സ് എങ്ങനെ പഠിക്കുന്നുണ്ട്, ഒരു ഇല്ലസ്ട്രേഷൻ എടുക്കും, എന്നിട്ട് എന്ത് വായിച്ചു നോക്കും. സപ്പോസ് ജനറൽ പാസ് ചെയ്യണമെന്ന് വിചാരിക്കും, ഇതിന്റെ ജനറൽ എന്തായാലും നോക്കും, കറക്റ്റ് മനസ്സിലായി. അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ലടാ. ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനത്തെ കുറെ ബിഗ് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. ബൈ ഡേ നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താണ്, അപ്പൊ അതിന് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ട് ജസ്റ്റ് ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുന്നു, ഇല്ലുസ്ട്രേഷൻ വായിക്കുന്നു, എഴുതുന്നു. നിങ്ങൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ടൈമില്ല, ഓൺലി 2 months ഉള്ളൂ. മാക്സിമം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, മാക്സിമം സ്പീഡ് തന്നെ നമുക്ക് നോക്കി പോകണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ 2 months കൊണ്ട് നമുക്ക് റിവിഷൻ ഇതൊക്കെ ഒരുപാട് കവർ ചെയ്യാനുണ്ട്. സോ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. നമുക്കറിയാം 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ് CA ഇന്ത്യയിലുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണ് CA എന്ന് പറയുന്നത്. സോ ഡോണ്ട് വെറി, ഇതിൽ ഫെയിൽ ആവാന്നുള്ള നിങ്ങളെ ഇതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് ചെയ്യും, ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫെയിൽ ആയിട്ട് തന്നെ മിക്ക ആളുകളും പാസ്സായിട്ട് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സാഡായിട്ട് വീട്ടിലിരിക്കുന്നു വേണ്ട, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ജേണി. ഓക്കെ, അത്രയായിട്ട് മനസ്സിലായിരിക്കുക, നന്നായിട്ട് പഠിക്കുക. പഠിക്കണം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പണ്ടൊക്കെ 2 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 അറ്റംപ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത്രയും ടൈം നിങ്ങൾക്ക് ലാഭം കിട്ടിയടാ. ഓക്കെ, സോ ഡോണ്ട് വെറി, നന്നായിട്ട് പഠിക്കുക, എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, യെസ്, താങ്ക് യു.